ആനന്ദ് അവരുടെ മുന്നിൽ വന്ന് ഒരു വഷളൻ ചിരിയും ചിരിച്ചു നിന്നു. സുന്ദരിമാർ എല്ലാം ഉണ്ടല്ലോ. അവൻ രാഖിയെയും കവിതയെയും അടിമുടി നോക്കി. ആ കശുമാവുകളുടെ ചുവട്ടിലുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും അവനെ കണ്ട് ഭയപ്പാടോടെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഹായ് ബ്യൂട്ടീസ്, അവൻ അവർക്ക് നേരെ കൈവീശി. ഇതൊരു സ്വർഗമാണല്ലോ, മുഴുവൻ അപ്സരസുകൾ. അത് പറഞ്ഞിട്ട് അവൻ നന്ദുവിന് നേരെ തിരിഞ്ഞു. ഈ സ്വർഗത്തിൽ നിനക്കെന്താടാ കാര്യം? ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോ. നന്ദു നിന്ന് പരിങ്ങി. ഇന്ന് കണ്ടതിരിക്കട്ടെ, ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. കാത്തു എന്റെ പെണ്ണ, അവളുടെ അടുത്ത് ഒരുത്തനും കിടന്ന് കറങ്ങാൻ പാടില്ല, കേട്ടോ? ആനന്ദ് പറഞ്ഞത് കേട്ട് നന്ദു തലയാട്ടി. ആനന്ദ് കാത്തുവിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ മുന്നിലെത്തി അവൻ പറഞ്ഞു, എന്റെ ചാൻസി റാണി, സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്റെ ധൈര്യം. ആനന്ദ് കൊടുത്തുവിട്ട പൂവ് ചവിട്ടിയരച്ച വീര വനിത. ഈ കോളേജിലൊന്നല്ല, ഈ നാട്ടിൽ തന്നെ ഇതുവരെ ആരും കാണിക്കാത്ത ചങ്കൂറ്റം. എനിക്കതിൽ ദേഷ്യമില്ല, ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ചങ്കൂറ്റമുള്ളവരെ എനിക്കിഷ്ടമാണ്, അതാണായാലും പെണ്ണായാലും. അവൻ ശൃംഗാരത്തോടെ അവളുടെ തോളിൽ കൈവച്ചു. കാത്തുവിന്റെ കണ്ണുകൾ എരിഞ്ഞു. കൈയെടുക്കടാ. അവൾ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടിമാറ്റി. ആനന്ദിന്റെ കൈ വേദനിച്ചു എന്ന് തോന്നുന്നു. എങ്കിലും അവന്റെ മുഖത്തെ വഷളൻ ചിരി മാഞ്ഞില്ല. നല്ല ശക്തിയാണല്ലോ, എനിക്ക് പറ്റിയ ആള് തന്നെ. മാൻപേടകളെ തിന്നു മടുത്തു. ഇനി ഒരു കരുത്തുള്ള കാട്ടുപോത്ത് തന്നെ ആയിക്കോട്ടെ. അവൻ അതും പറഞ്ഞ് എല്ലാവരെയും നോക്കി കണ്ണിറുക്കി. നിന്റെ കളിയൊക്കെ ഇവിടെയുള്ള പാവപ്പെട്ട പെമ്പിള്ളാരോട് നടക്കും. ഞാൻ ചെമ്പകത്തോപ്പുകാരിയാടാ. നിന്റെ കാമവും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാൽ നീ കോമായിൽ കിടക്കും. കാത്തു ആനന്ദിന് നേരെ കൈ ചൂണ്ടി കോപത്തോടെ പറഞ്ഞു. ആഹാ, എങ്കിൽ ഞാൻ കോമയിലാകുന്നത് ഒന്ന് കാണണമല്ലോ. വളരെ നാളായി എന്റെ ഒരു ആഗ്രഹമാണ്, ഒന്ന് കോമയിൽ കിടക്കണമെന്ന്. ആനന്ദ് മുന്നോട്ടാഞ്ഞ് കാത്തുവിനെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അത് കണ്ട് അവിടെ നിന്ന് കുട്ടികൾ ഞെട്ടി. നന്ദു വേഗം ചെന്ന് ആനന്ദിനെ പിടിച്ചു മാറ്റാൻ നോക്കി. അവൻ കെഞ്ചി, വേണ്ട ചേട്ടാ, വിടു ചേട്ടാ, കാത്തു പാവമാ. കാത്തു ആനന്ദിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശക്തമായി കുതറുന്നുണ്ടായിരുന്നു. മാറിപ്പോ പിശാചെ. തന്റെ കൈ വിടുവിക്കാൻ നോക്കുന്ന നന്ദുവിനെ ആനന്ദ് ശക്തമായി പിടിച്ചു തള്ളി. നന്ദു കുറ്റിക്കാട്ടിനിടയിലേക്ക് മറിഞ്ഞു വീണു. ഈ സമയം ആനന്ദിന്റെ പിടിയിൽ നിന്ന് കുതറിമാറിയ കാത്തു അവന്റെ കരണക്കുറ്റിക്ക് ആഞ്ഞടിച്ചു. ആ ശക്തമായ അടിയിൽ ആനന്ദ് പതറിപ്പോയി. കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നത് പോലെ ആനന്ദിന് തോന്നി. ദേഷ്യം കൊണ്ട് സമനില തെറ്റിയതുപോലെ നിൽക്കുകയായിരുന്ന കാത്തു കാലുയർത്തി ആനന്ദിന്റെ ഗുഹ്യഭാഗത്ത് ആഞ്ഞു തൊഴിച്ചു. ഒരു നിലവിളിയോടെ അവൻ തറയിലേക്ക് ഇരുന്നു പോയി. ആ രംഗം കണ്ട് അവിടെ നിന്ന പെൺകുട്ടികളും നന്ദുവും കിടുങ്ങിപ്പോയി. കാത്തു ആനന്ദിനെ അടിച്ചിരിക്കുന്നു. ദൈവമേ, ഇവിടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക? ഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയത്ത് അവിടെ നടന്ന ബഹളവും നിലവിളികളും കേട്ട് യൂണിയൻ ചെയർമാനും മറ്റു ചില യൂണിയൻ ഭാരവാഹികളും അങ്ങോട്ടേക്ക് വന്നു. കഴിഞ്ഞ വർഷത്തെ യൂണിയൻ ഭരണസമിതിയാണ്. ഈ വർഷത്തെ ഇലക്ഷൻ നടക്കാനിരിക്കുന്നതേയുള്ളൂ. അവർ വന്ന് കാര്യം തിരക്കിയപ്പോൾ ആനന്ദ് തന്നെ അപമാനിച്ച കാര്യം കാത്തു പരാതിയായി പറഞ്ഞു. അവർക്ക് ആനന്ദിന്റെ പക്ഷം പിടിക്കാൻ സാധിക്കുമായിരുന്നില്ല. പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചിരിക്കുകയാണ്. അതും ഒരുപാട് കുട്ടികൾ കാണെ. ആനന്ദിന്റെ പക്ഷം നിന്നാൽ തിരഞ്ഞെടുപ്പിലത് തിരിച്ചടിക്കുമെന്ന കാര്യം ചെയർമാന് നന്നായി അറിയാമായിരുന്നു. കോളേജ് യൂണിയൻകാർ ബലം പ്രയോഗിച്ച് ആനന്ദിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന പോക്കിൽ പകയോടെ അവൻ കാത്തുവിനെ തിരിഞ്ഞു നോക്കി. അവൻ അമറി, നിനക്കുള്ളത് ഞാൻ തരുമെടി, കാത്തിരുന്നോ? കാത്തു പുച്ഛത്തോടെ ചിറികോട്ടി. എന്തും നേരിടാൻ അവൾ സന്നദ്ധയായിരുന്നു. ഇവനെപ്പോലുള്ള ചെറ്റകളെ ഭയപ്പെടുന്നതിനേക്കാൾ ഭേദം മരണമാണ്. ഭയവും മൗനവുമാണ് ഇതുപോലുള്ള വിഷച്ചെടികളെ വളർത്തുന്നതും പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനം നഷ്ടപ്പെടുത്തുന്നതും. അതിനിയും ഈ കോളേജിൽ സംഭവിക്കാൻ പാടില്ല. കാത്തു നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. പക്ഷേ അവളോടൊപ്പം ഉണ്ടായിരുന്നവർ ഭയത്തിന്റെയും ആശങ്കയുടെയും കയങ്ങളിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. ആ നാറ് കാണിച്ച തന്തയില്ലായ്മ എന്റെ പുറം പെരുത്തു വരികയാണ്. നന്ദു രോക്ഷത്തോടെ കൈ ചുരുട്ടി മേശമേലിടിച്ചു. അവൻ തുടർന്നു, എനിക്കത് തടയാൻ പറ്റിയില്ല, എതിർക്കാൻ പോലും സാധിച്ചില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു സാധാരണക്കാരൻ, ഒരു പുഴു. നന്ദു വിലപിച്ചു. കശുമാവ് പോയിന്റിൽ നടന്ന കാര്യങ്ങൾ ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്ന കണ്ണനോട് വന്ന് പറയുകയായിരുന്നു നന്ദു. കണ്ണനത് ശ്രദ്ധയോടെ കേട്ടിരുന്നുവെങ്കിലും അവന്റെ മുഖത്ത് ഭാവവ്യതിയാനങ്ങളൊന്നുമുണ്ടായില്ല. എടാ, ചെമ്പകത്തോപ്പിലെ ഒരു പെണ്ണിനെ ഒരു ചെറ്റ അപമാനിച്ച കാര്യം പറഞ്ഞപ്പോൾ നീ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണോ? നന്ദുവിന് ദേഷ്യം വന്നു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? കണ്ണൻ ചോദിച്ചു. നമുക്ക് ശശിമേശ്വരിയെയും സംഘത്തെയും ഇറക്കിയാലോ? ആനന്ദിന്റെ കൈയും കാലും ചവിട്ടി ഓടിക്കണം. അവർ കൂലിത്തല്ലുകാരാണോ? അന്ന് എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഭദ്രനെ തല്ലിയെന്ന് വെച്ച് എപ്പോഴും അവർ തല്ലാൻ നടക്കുകയാണോ? കാട്ടിൽ കയറി തല്ലും പോലെ ഈസിയല്ല നഗരത്തില്. ആനന്ദിന്റെ തന്തയെ അറിയാലോ, കാലനാ കാലൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട.
കാത്തുവിന്റെ അച്ഛനും ആനന്ദിന്റെ അച്ഛനും ഒരേ പാർട്ടിക്കാരാ. ഇത് അവര് തമ്മിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിക്കൊള്ളും. എന്ത്, ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒത്തുതീർപ്പോ? നന്ദുവിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. പിന്നെ കൊല്ലണോ? അഥവാ കൊല്ലണമെങ്കിൽ കാത്തുവിന്റെ വീട്ടുകാർ ചെയ്തോളും. നമ്മളെന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? നീ പോയി ക്ലാസ്സിൽ കയറ്, കണ്ണൻ നന്ദുവിനോട് പരുഷമായി പറഞ്ഞു. എന്നിട്ടവൻ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകത്തിലേക്ക് തല താഴ്ത്തി.